ജോബ് വേക്കൻസിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളിത് കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജോബ് വേക്കൻസിയുടെ കാര്യം. പക്ഷെ അത് നമുക്ക് അത്യാവശ്യം ആൾ വേണ്ടതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വേക്കൻസി ആയിട്ട് വരുന്നത്. പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഡേറ്റ എൻട്രിയും ഇൻവെൻട്രിയും കൈകാര്യം ചെയ്യുന്നവരാട്ടോ. ഡേറ്റ എൻട്രി, ഇൻവെൻട്രി നിങ്ങൾക്ക് അറിയാലോ, പ്രവൃത്തി പരിചയം വേണം. അല്ലാത്തവർക്ക് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവരെ പഠിപ്പിച്ചെടുത്ത് വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇൻവെൻട്രി കൈകാര്യം ചെയ്തിട്ടുള്ള 10 സ്റ്റാഫുമാരെ ഇപ്പോൾ നമ്മൾ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വരാട്ടോ. എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന കൂടുതലും. പിന്നെ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ്, അതായത് CRE എന്ന് പറയും. നമ്മൾ വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന വെൽക്കം ഗേളിനെയൊക്കെ നമ്മൾ കണ്ടില്ലേ, അതേപോലെ നമ്മളെ വെൽക്കം ചെയ്ത് നമുക്ക് നമ്മുടെ കസ്റ്റമറുമായിട്ട് നല്ല രീതിയിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമറോട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം. നിലവിൽ എന്നോടുള്ളവരൊക്കെ ഇപ്പം നല്ല പിള്ളേരാണ്. അവരോടൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CRE കുട്ടികളെ നമ്മൾ തിരക്കുന്നത്. 10 പേരെ വേണം കേട്ടോ. അത്യാവശ്യം സംസാരിക്കാനുള്ള സ്കില്ല് ഉള്ള കുട്ടികൾ, ആൾക്കാരുമായി ഇടപെടാൻ അറിയാവുന്ന കുട്ടികൾ കേട്ടോ. പിന്നെ വന്നത് ഫ്ലോർ മാനേജർമാർ ഇപ്പം നമുക്ക് അത്യാവശ്യമുള്ളത്. അത്യാവശ്യം തിരക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പെരുന്നാളാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഫ്ലോർ മാനേജർമാർ ജെൻസിലേക്ക് പ്രധാനമായിട്ട് നല്ലൊരു ഫ്ലോർ മാനേജർ, അത് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണേ. ജെൻസിലേക്ക് ഒരു ഫ്ലോർ മാനേജർ ഉണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നമ്മുടെ ചുരിദാറിൻ്റെ അല്ലേ, ലേഡീസ് വെയർ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഫ്ലോർ മാനേജർമാർ. അതുപോലെ കിഡ്സിലേക്ക് നമുക്ക് ഫ്ലോർ മാനേജർ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കാൻ പറ്റുന്ന നല്ല സംസാരിക്കാൻ സ്കില്ലുള്ള കസ്റ്റമർ വരുമ്പോൾ അവരോട് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നാൽ ഒന്ന് സോൾവ് ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ സ്കില്ലുള്ള അത്യാവശ്യം എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കാൻ പറ്റുന്ന അവർക്കും വരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ഫാഷൻ ഡിസൈനർമാരെ നമ്മൾ പ്രത്യേകം കളക്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്കില്ലുള്ളവർ വേണം. ഫാഷൻ ഡിസൈനിങ്ങിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു മിനിമം 4 വർഷം 3 വർഷമെങ്കിലും പ്രവൃത്തി പരിചയം നമുക്ക് വേണം. എന്നാലേ അവർക്കറിയാൻ നോക്കും. അല്ലാതെ പുതിയ കുട്ടികൾ വന്നാൽ നമുക്ക് അവരെ പഠിപ്പിച്ചെടുത്ത് കൊണ്ടുവരാമെന്ന് പറയുന്ന ആ പുതിയ കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് വേണ്ടത്. പിന്നെ നമുക്ക് മെയിൻ വേണ്ട സെയിൽസ് സ്റ്റാഫന്മാർ. സെയിൽസിൽ നമുക്ക് നമ്മളോടൊപ്പം നിൽക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ളവരാണെങ്കിൽ, പോയി വരാൻ എളുപ്പമുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് നമുക്ക് കുറച്ച് ലേറ്റായി നിൽക്കാൻ പറ്റുന്ന കുട്ടികൾ വേണം. നമുക്ക് കൂടുതലും എനിക്ക് തോന്നുന്നു കസ്റ്റമേഴ്സ് കൂടുതലും വരുന്നത് രാത്രി സമയങ്ങളിലും 6 മണിക്ക് ശേഷമൊക്കെ കൂടുതലും കസ്റ്റമർ. കാരണം എല്ലാവരും എന്താ പറയുക, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തായതുകൊണ്ടായിരിക്കും കൂടുതലും കസ്റ്റമർ അപ്പോഴാണ് കയറാറുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തേക്ക് നമുക്ക് നിൽക്കാൻ പറ്റുന്ന അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോസിങ് ടൈം വരെ നിൽക്കാൻ പറ്റുന്ന ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിലും അവർക്കും വരാം. നമ്മൾ അവർക്ക് റൂമും ഫുഡും ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. റൂമും നല്ല ഫുഡും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ജെൻസ് ആയാലും ലേഡീസ് ആയാലും ഓക്കെ കേട്ടോ. ജെൻസിനെ ആയാലും നമുക്ക് ഓക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ വിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ ശ്രീകുട്ടന് ഏകദേശം ചിലപ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പഠിത്തത്തിനിടയിലാണ് ഞാൻ അവനെ ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തത്. അപ്പോൾ അവൻ അന്നേ പറഞ്ഞിരുന്നു പഠിക്കാൻ പോകണം. അപ്പോൾ കുറച്ച് നാളത്തേക്ക് എന്നോടൊപ്പം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് അവന് പഠിക്കാൻ പോകേണ്ടതാണല്ലോ. അപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് അവൻ വരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് നിൽക്കാൻ പറ്റുന്ന ഇത്തിരി എന്താ പറയുക, ശകലം ഒരു എഡിറ്റിങ്ങും അല്ലേടാ, ഒരുപാടൊന്നും വേണ്ടല്ലോ, ശകലം എഡിറ്റിങ്ങും ഒക്കെ അറിയാവുന്ന, എന്താണ് അതിന് പറയണ്ടേ, എഡിറ്റിംഗ് ആണ്. എന്ത് പഠിത്തമൊന്നും വല്ലതും ഉണ്ട്, അതിന് പഠിത്തമാണ്. വീഡിയോ ആയിട്ട് ഇച്ചിരി ബന്ധമുള്ള, അപ്പോൾ ഇതുപോലെ അവനെ നിന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന പോലെ എനിക്ക് പറ്റുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വരാം. നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ശ്രീകുട്ടം പോകുന്നതിൻ്റെ വിഷമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ എന്താ പിന്നെ പ്രത്യേകിച്ച് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്ന കുട്ടികൾ, ഇത്രയും പേരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ എടുത്തെടുത്ത് പറയണോ? അപ്പോൾ ഈ സെയിൽസ് സ്റ്റാഫന്മാർ 50 പേരാണ് വേണ്ടത്. അത് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് നമുക്ക്. കാരണം ക്ലോസിങ് ടൈം വരെ നമുക്ക് നിൽക്കാൻ പറ്റുമല്ലോ. മെയിലായാലും ഫീമെയിൽ ആയാലും ഓക്കെയാണ്. പിന്നെ വരുന്ന ഏതാ മോനെ, നമ്മൾ പറഞ്ഞ അടുത്തുള്ളവർക്കും മുൻഗണനയുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും വരാം. പിന്നെ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുമാരെയാണ് കൂടുതലും നമ്മൾ നോക്കുന്നത്. കാരണം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് പഠിപ്പിച്ചെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എങ്കിലും നിങ്ങൾക്ക് സ്കില്ലുള്ളവരാണെങ്കിൽ നിങ്ങൾ പോരെ, നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ കസ്റ്റമർ റിലേഷൻ മാനേജർ എന്ന് പറയില്ലേ, അങ്ങനെ തന്നെയല്ലേ, അതായത് CREകളെന്ന് പറഞ്ഞില്ലേ, ഇപ്പം CREകളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജർ, അതായത് CRM എന്നാണ് പറയുന്നത് അല്ലേ, കസ്റ്റമർ റിലേഷൻ മാനേജർ. അതായത് CRE പിള്ളേരെ അവർക്കൊന്ന് എൻകറേജ് ചെയ്ത് പിന്നെ കസ്റ്റമറുമായിട്ട് സംസാരിക്കാനും ഒക്കെ സ്കില്ലുള്ള CRM. അപ്പോൾ ഒത്തിരി പോസ്റ്റ് അതിലേക്ക് എല്ലാം കൂടെ കൺഫ്യൂഷനായി കാണുമെന്ന് വിചാരിക്കുന്നു
അല്ലേ? ടോട്ടൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഒന്നും കൂടെ ഒന്ന് പറയാം. ഡേറ്റ എൻട്രിക്കും ഇൻവെന്ററിയും ചെയ്യുന്ന കുട്ടികൾ, പിന്നെ CRE കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ്സ്, പിന്നെ കട്ടിംഗ് മാസ്റ്ററും വന്നുള്ളൂ കേട്ടോ. പിന്നെ ഫ്ലോർ മാനേജർമാർ 8 പേരെയാണ് നമ്മൾ തിരക്കുന്നത്. പ്രത്യേകിച്ച് ജെൻസിൽ പ്രവൃത്തി പരിചയമുള്ളവരെ നോക്കുന്നുണ്ട്. പിന്നെ ഫാഷൻ ഡിസൈനർമാർക്ക് വരാട്ടോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ സെയിൽസ് സ്റ്റാഫന്മാർ 50 പേരെയാണ്. അപ്പം ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും പോരെ. നമുക്കിവിടെ എന്താ പറയുക, ഇൻ്റർവ്യൂ ടൈമെന്ന് പറഞ്ഞ് നമുക്കൊരു ടൈമൊന്നുമില്ല. നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് 9:30 തൊട്ടിട്ട് രാവിലെ 9:30 ഓപ്പൺ, 10 മണി തൊട്ട് പോയി, 10 മണി തൊട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. 10 മണി തൊട്ട് വൈകുന്നേരം ഒരു 5:30 വരെ നമുക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് വരാവുന്നതേ ഉള്ളൂ കേട്ടോ. ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡിന് അപ്പുറമായിട്ടാണ്. നമ്മളവിടെ വന്ന് അന്വേഷിച്ചാൽ നമ്മുടെ ഷോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണെന്നുള്ളത്. ഗൂഗിളിൽ നോക്കിയാൽ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ചിലർക്ക് കൊല്ലത്തോട്ടൊക്കെ പോകാറുണ്ട്. അതുകൊണ്ടാണ് കരുനാഗപ്പള്ളി അടിച്ചു കൊടുത്ത് തന്നെ നിങ്ങൾ വരണം കേട്ടോ. കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനാണ് നമ്മുടെ പ്രോപ്പർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലാലാജി ജംഗ്ഷനാണ്. അപ്പം ദൂരെയുള്ളവർക്കൊക്കെ വരാം. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ എവിടെയാടാ ലക്ഷദ്വീപിലൊക്കെയുള്ള കുട്ടികളുണ്ട്. ഭയങ്കര രസം. അവരൊക്കെ ആയിട്ട് എന്ന് രാത്രി അവൻ ഹോസ്റ്റലല്ലേ, അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ച് നിന്നിട്ടൊക്കെ രാത്രി പോകാറുള്ളത്. അപ്പം ദൂരെയൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ വെൽക്കം ചെയ്യുന്നു, ഇങ്ങോട്ട് പോരാട്ടോ.